ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ, ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം മനോരമ മാക്സ് വഴി റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് RJ ശരത് ചന്ദ്രനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഫസൽ ഹസനാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. വിജയരാഘവൻ, ഹേമന്ത് മേനോൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, കനി കുസുതി, സെറിൻ ഷിഹാബ്, ലെന എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഇടുക്കി ആ ഭാഗത്താണ് സിനിമയുടെ കഥ നടക്കുന്നത്. ആ ഒരു തോട്ടത്തിൽ വലിയ കുറേ സ്ഥലങ്ങളിലുള്ള ഒരാളായിരിക്കും ഔസേപ്പ് എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അവർക്ക് 3 മക്കളായിരിക്കും. ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, ഹേമന്ത് മേനോൻ, ഇവർ 3 പേരും ആയിരിക്കും മക്കളായിട്ട് വരുന്നത്. മക്കൾക്ക് ഒരു പൈസയ്ക്ക് ഒരു ആവശ്യം വരികയാണ്, ഒരു അത്യാവശ്യം വരികയാണ്. എന്താ പറയുക, അവരുടെ ലൈഫിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് പൈസ ആവശ്യം വരികയാണ്. അപ്പോൾ അച്ഛനോട് കർക്കശക്കാരനായ അച്ഛനായിരിക്കും, വിജയരാഘവൻ്റെ കഥാപാത്രം കുറച്ച് കർക്കശക്കാരനായിരിക്കും. അച്ഛനോട് പൈസ ആവശ്യപ്പെടുന്നതും പിന്നീട് ഉണ്ടാകുന്ന അവിടെ ചെറിയൊരു ക്രൈം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് ത്രില്ലിംഗ് രൂപത്തിൽ സിനിമ പറഞ്ഞു പോകുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ എടുത്താൽ പറ്റുമെന്ന് വെച്ചാൽ ഡ്രാമ ത്രില്ലർ എന്നല്ല, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഇമോഷണൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ, ഒരു ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു പോകുന്ന സിനിമയാണ്. ക്യാമറ വർക്കുകളും ഒക്കെ അടിപൊളിയായിരുന്നു. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പെർഫോമൻസുകളാണ്. ദിലീഷ് പോത്തൻ കിടുക്കി എന്ന് തന്നെ പറയാം, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ദിലീഷ് പോത്തൻ്റെ. അതുപോലെ തന്നെ കലാഭവൻ ഷാജോണും അടിപൊളിയാക്കിയിട്ടുണ്ട്. വിജയരാഘവനും സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ ഹേമന്ത് മേനോൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ഒക്കെ. പിന്നെ ലെന അവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സെറിൻ ഷിഹാബിന് വലിയൊരു പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഒരു സ്പേസ് ഇല്ല എന്ന് തന്നെ പറയാം. മെയിനായിട്ട് കലാഭവൻ ഷാജോണും ദിലീഷ് പോത്തനും അതുപോലെ തന്നെ വിജയരാഘവൻ, ഇവർ 3 പേരാണ് മെയിനായിട്ട് ഈ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ടുള്ളത്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൽ നൈസായിട്ട് കണ്ടിരിക്കാൻ ഒരു ഡീസൻറ്റ് മൂവിയാണ് ഈ സിനിമ ഉള്ളത്. നമുക്ക് നല്ലപോലെ എന്താ പറയുക, വലിയ ഒച്ചപ്പാടോ കലഹങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. പിന്നെ ഇതിലും ഒരു കുറച്ചൊരു മോശം എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റിയ സംഭവം എന്താണെന്ന് നോക്കിയാൽ അതിൽ സൗണ്ട് വിഭാഗം നോക്കുകയാണെങ്കിൽ ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ജയ എന്നുള്ള ആ ഒരു സിങ്ക് സൗണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അതായത് പിന്നെ ലൈവായിട്ടുള്ള സൗണ്ടാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമയാണ്. ഒരു തിയേറ്റർ വാച്ചൊന്നുമല്ല, ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു നൈസായിട്ടുള്ളൊരു ഡീസൻറ്റ് മൂവിയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന ഈ ഒരു സിനിമ. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഇതുപോലെ ഇമോഷണൽ ഡ്രാമ, റിയലിസ്റ്റിക് ഇമോഷണൽ ഡ്രാമ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന സിനിമ. എന്നാൽ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.